ഇലക്ഷനിൽ ആരാണ് മുന്നിൽ? എങ്ങനെ? അതാണോ? ഇപ്പോൾ ഇവിടെ മുന്നിൽ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കോൺഗ്രസ്, ഒന്ന് LDF എന്ന്. ഇപ്പോൾ 3 പേരായിട്ടുണ്ട്. കാരണം BJPയും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ത്രികോണ മത്സരമായിട്ടുണ്ട്. അങ്ങനെയാണ്. ഇതിലൊക്കെ ആരാണ് മുന്നിൽ? ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. എന്നാൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത കുറവാണ് ഈ ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അതൊരു കഷ്ടമല്ലേ? അതെ. ആർക്കും മെജോറിറ്റി കിട്ടില്ല. അതെ, ഭൂരിപക്ഷം കിട്ടില്ല. ഇല്ല. 3ാം തവണ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ പിണറായി വിജയന്? 2 ടീമും കഷ്ടമാണ്. വന്നാലും വരാം. വരണമെന്ന് ആഗ്രഹമുണ്ടോ? ശരി, വരട്ടെ. എന്താ, മാറ്റം വരട്ടെയോ അതോ ഇങ്ങനെ തന്നെ തുടരട്ടെയോ? അല്ല, ഇപ്പോൾ ആര് വന്നാലും സാധാരണക്കാർക്ക് ഇതുപോലത്തെ അവസ്ഥ തന്നെയല്ലേ? ഗ്യാസ് ഇല്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളല്ലേ? അങ്ങനെ തന്നെയാണ്. ലോക്ക്ഡൌണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. എന്താകുമെന്നറിയില്ല. ഇതൊക്കെ റൂമറുകളാണ്. ആരാണ് മുന്നിൽ? BJP വന്നാൽ കൊള്ളാം. വരുമോ? വരും. ഇല്ല, ഇവിടെ മേയർ അദ്ദേഹം വന്നു കഴിഞ്ഞു. മേയർ ഇലക്ഷനിൽ അവരാണ്. BJP തന്നെ വരണം. BJP വരും. വരാൻ സാധ്യതയുണ്ട്. അവർ വന്നാൽ കേരളത്തിന് എന്ത് മാറ്റം വരുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്തുകൊണ്ടാണ് അവർ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മൊത്തത്തിൽ കേരളത്തിന് തമിഴ്നാട്ടിന് എന്നൊന്നുമില്ല. മൊത്തത്തിൽ ഇന്ത്യക്കും നല്ലതാണ്. നല്ല കാര്യങ്ങളെല്ലാം മുകളിൽ നിന്നാണ് വരുന്നത്. ബാക്കി ഇന്ത്യയെ അപേക്ഷിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും BJPയോടുള്ള എതിർപ്പ് കൂടുതലല്ലേ? ഇപ്പോഴുള്ള പ്രശ്നമല്ല, പണ്ടേയുള്ളൊരു പ്രശ്നമല്ലേ? അതായത് ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നതുകൊണ്ട് അന്ന് തൊഴിലാളികൾ കൂടി. അപ്പോൾ തൊഴിലാളിയെ സംരക്ഷിക്കാൻ അന്ന് ഇടത് മാർക്സിസ്റ്റ് പാർട്ടി വേണ്ടി വന്നു. ഇപ്പോൾ തൊഴിലാളികളെല്ലാം മുതലാളിമാരായി. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവർ വന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഡെവലപ്മെന്റ്. ജോലികളാണോ? ഡെവലപ്മെന്റ് ആണോ? സുരക്ഷയാണോ? എല്ലാം മൊത്തത്തിൽ. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പൊക്കെ? ഇവിടെയൊക്കെ ചൂടാണ്. നല്ല ചൂടുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂട്, ഇലക്ഷൻ ചൂട്. ഇലക്ഷൻ ചൂട് ഇനിയും വന്നിട്ടില്ല. ഇനി വരും. ആരാണ് മുന്നിലുള്ളത്? ഇതിപ്പോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് തന്നെ വരണം. പിന്നെയും കമ്മ്യൂണിസ്റ്റ് തന്നെ വേണം. വരുമോ? 10 വർഷമായല്ലോ. ആണെങ്കിലും വേണം. വരും. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സപ്പോർട്ടർ? ഇല്ല. ഞാൻ ഒരാൾക്കും സപ്പോർട്ടില്ല. പക്ഷേ വരണം. അവൻ വന്നാൽ എന്താ ലാഭം? എന്താ യൂസ് നല്ലതാണ്, കുഴപ്പമില്ല. BJP വേണ്ട. ഇല്ല, വരണം. BJP മാറി വരണം. പക്ഷെ നമുക്കത് പറയാൻ കഴിയില്ല. അല്ല, കോൺഗ്രസ് വരണോ? BJP വരണോ? അതൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ചേഞ്ച് ഇല്ലെങ്കിൽ ശരിയാവില്ല. ചേഞ്ച് വേണം. ഉറപ്പായും ചേഞ്ച് വേണം. ലാസ്റ്റ് ടൈം ചേഞ്ച് ചെയ്തില്ലേ നിങ്ങൾ? ലാസ്റ്റ് ടൈം ചേഞ്ച് അത് കോവിഡ് പെർഫോമൻസ്. പക്ഷേ ഈ തവണ ടൈമിന് അങ്ങനെ ഒന്നുമില്ല. സാധാരണ ടൈം. പക്ഷേ അവർ ചെയ്തതിൽ നിങ്ങൾ ഹാപ്പിയാണോ? എനിക്ക് ഇവർ ചെയ്തത്, LDF പിണറായി വിജയൻ ചെയ്തത് നല്ലത് തന്നെയായിരുന്നോ? എനിക്ക് ഫസ്റ്റ് ടൈം നല്ലതായിരുന്നു. സെക്കൻഡ് ടൈം എല്ലാം പോയി. നല്ലതല്ല. അതുകൊണ്ട് മാറ്റം ആവശ്യമാണ്. അടുത്ത തവണ കോൺഗ്രസ് വരണം. വിദേശ നയം ശരിയല്ല. ഇന്ത്യയിൽ ഒന്നും ശരിയല്ല. എല്ലാ കമ്മ്യൂണിറ്റികളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ടല്ലോ. മുഴുവനായും അദ്ദേഹം ഇതിലാണ്. നമ്മുടെ മീഡിയയിൽ മാത്രമാണ് അദ്ദേഹം വലിയ ആളായിക്കൊണ്ടിരിക്കുന്നത്. 0. ഒരുപാട് പേർക്ക് അങ്ങനെയാണോ അഭിപ്രായം? ഇതുപോലെ തന്നെയാണോ? ഒരുപാട് പേർക്ക് അങ്ങനെ തന്നെയാണ്. അദ്ദേഹം എന്തു ചെയ്യും? ഒന്നും ചെയ്യില്ല. പാർട്ടി ഒന്നുമില്ല. എല്ലാവരും എന്താണ് പറയുന്നത്? ആരാണ് മുന്നിൽ എന്ന്. ആരെപ്പറ്റി? ഇലക്ഷനിൽ. പാർട്ടിയല്ല. ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റാണ് നല്ലതായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യം നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം BJP ആയിരുന്നു. ഈ പ്രാവശ്യം ആരാണെന്നറിയില്ല. ആര് ജയിച്ചു വന്നാലും നാടിന് നല്ലതായിരിക്കണം. നാട് നന്നായിരിക്കണം. വിട്ടും കൊലയും കൊലപാതകങ്ങളും അതൊക്കെ ഒഴിവാകണം. അതെ, അതാണ് വേണ്ടത്. അതാണ് നമുക്ക്. സമാധാനം വേണം. അതെ. നിങ്ങൾ ഇലക്ഷനിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് കരുതുന്നു? ഇപ്പോൾ നിങ്ങൾ വെട്ടും കൊലയും ഉണ്ടാകരുത് എന്ന് കരുതുന്നു. അതുപോലെ നമ്മുടെ യുവാക്കൾക്ക് ജോലി വേണം, വിദ്യാഭ്യാസം വേണം, വ്യത്യാസം വേണം. ഇതെവിടെ ഇറങ്ങി നടക്കാനും അതിനുള്ളൊരു ധൈര്യം കൊടുക്കണം. അത് നടന്നുകൊണ്ട് പോയാൽ മാല പൊട്ടിച്ചെടുക്കുന്നു. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. ഇവര് നടന്നു പോകുമ്പോൾ കഴുത്തിൽ കിടക്കുന്ന മാല പൊട്ടിച്ചുകൊണ്ടുപോകും. വെട്ടും കൊലയും കൊലപാതകവും ഇതൊക്കെയാണല്ലോ നടക്കുന്നത്. ആരാണ് മുന്നേ? അതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയും. ആളുകൾ എന്തു പറയുന്നു അത്രയേ ഉള്ളൂ. ഒരാളല്ലേ ഇത്. അതിനർത്ഥം ആരാണോ ദാതാവ് അവരുടെ ഇഷ്ടം. അങ്ങനെ എനിക്കൊരു ഭാഗം പറയാനുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? നമ്മുടെ നാടിന്റെ ഇത് വെച്ചിട്ട് എവിടെയാണോ കൂടുതൽ ഡെവലപ്മെന്റ് സാധിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത് അവർക്കാണ് വോട്ട് ചെയ്യുന്നത്. പാർട്ടിയല്ല,
പാർട്ടിയല്ല, വ്യക്തി. വ്യക്തിപരം. വ്യക്തിപരം. പാർട്ടിക്ക് പ്രാധാന്യമില്ലേ? ഇല്ല. വ്യക്തി. വ്യക്തി.